എന്താ കുടിക്കണം? എന്താ ചായ വേണോ? ചായ. രണ്ട് ലെമൺ ടീ ഉണ്ട്. എന്തായാലും മുഖത്ത് ഭയങ്കര ഒരു അതുകൊണ്ട് ചെയ്യാ കച്ചവടം വളരെ മോശം. 10 പൈസ അല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം എന്നൊക്കെ പറഞ്ഞ പൈസ കൊണ്ട് കളിക്കും. ഇപ്രാവശ്യം വളരെ മോശം. കച്ചവടം പത്തൊരു മോശം തന്നെയാണ്. പക്ഷെ പണ്ടിന്റെ വേറെ പ്രശ്നമുണ്ട്. ഇതിൽ 10 രൂപ കിട്ടിയത് 4 ആൾക്കൂടെ ഇങ്ങനെ വിളിച്ചാൽ ഇതിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. കണ്ണ് കെട്ട് ഇക്കാലത്ത് എന്ത് കണ്ണാ? നല്ല പ്രാക്കായിട്ട് നമുക്ക് കിട്ടത് അതുകൊണ്ട് ഏറ്റിക്കണം. ഒരു രക്ഷയുണ്ടാവും. അതൊക്കെ പഴയ തള്ളാര് പറയുന്നതാണ്. ഈ പ്രാക്കൊന്നുമില്ല. ഇപ്പോഴും ഉണ്ട്. നമുക്ക് അതിനെ പറ്റി അറിയായിട്ടാണ്. പ്രാക്കുണ്ടപ്പോ എനിക്ക് ഈ കച്ചവടം ഇല്ലാത്ത ഞാൻ പറയാ അതിന്റെ കച്ചവടം എല്ലാവരോടും ഇങ്ങനെ പറയുമ്പോഴേ അതിന്റെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം അറിയില്ല. അതിന് ഒന്നുമില്ലാത്ത ചില ആൾക്കാരുണ്ട് എന്റെ കമ്പനിപ്പെട്ടവർ പോലെ പ്രാഗ്യുണ്ടല്ലോ. ഒരു രക്ഷയുണ്ടാവും. എനിക്ക് അനുഭവം ഉണ്ട്. അനുഭവത്തിലുണ്ടാവും. എനിക്ക് സത്യമായ വിശ്വാസം ഉണ്ട്. ആ ചേട്ടാ എവിടെങ്ങള് എവിടെയാ ബാബുജി? എത്രങ്ങാനും നേരെ ഞാൻ വിളിച്ചു. 11 മണിക്ക് പോളി തുടങ്ങി. ഫോണ് സ്വിച്ച് ഓഫ് ആയിക്കുന്ന വല്ലാത്ത സ്വിച്ച് എന്തെന്താ എന്താ അങ്ങനെ പോണ്. പിന്നെ ഇച്ചിരി ചില്ലറിന്റെ ആവശ്യം ഉണ്ടായി. ഒരു 5 റുപ്യ എടുക്കണ്ടവന്റെ നാളെ മറ്റന്നാ കിട്ടും. അതൊന്നുമില്ല. ആ ബാങ്കില് ചെറിയൊരു ഇത് കൊടുക്കണ്ട. മറ്റന്നാ രാവിലെ എന്റെ അടുത്ത് പൈസ ഇല്ലല്ലോ. ഞാൻ മറന്നു. ഞാൻ വെറുതെ അറിയാതെ നോക്കിയ പൈസ ഇല്ലേ? ഒന്നും എടുക്കണ്ടാവില്ല. 2 ഒപ്പിച്ചാണ്ടോ? ഒന്നുമില്ല. സോറി ഞാൻ ഒന്നും വിചാരിക്കണ്ടേ. അത് കുഴപ്പമില്ല. ഞാൻ എന്തായാലും ചെയ്യാം. ഞാൻ മുത്തുവിനോടൊന്ന് കണ്ടു ചോദിച്ചോ. ഞങ്ങള് ചായ അടി കേട്ടോ. എന്നാ പോയി ചായ. എന്താ ബാബുജി പൈസ എടുക്കാൻ വേണ്ടി കേസൊക്കെ ആയിട്ട് പിന്നെ കൊടുക്കാന്ന്? ഞാൻ സത്യത്തിൽ അവർക്ക് പൈസ കൊടുക്കാന്ന് വിചാരിച്ചതാ. പിന്നെന്തേ? അപ്പോഴാണ് ഈ പറഞ്ഞ കാര്യം ഞാൻ ആലോചിച്ചത്. പ്രാക്കിന്റെ കാര്യേ ഞാൻ പോനിക്ക് പൈസ കൊടുക്കാത്തോണ്ട് ഓണ വയ്ക്കുന്ന ചിലപ്പോ ഒരു വട്ടം പോയിന്നെ പ്രാകുള്ളൂ. അഥവാ ഞാൻ പൈസ കൊടുത്തു കഴിഞ്ഞാല് പിന്നെ ഞാൻ പൈസ ചോദിച്ചു വിളിക്കുമ്പോ പിന്നെ പ്രാകും. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പ്രാക്ക്? സംഭവം മനസ്സിലായി. എനിക്ക് സംഭവം മനസ്സിലായി. അവജല്ല പ്രാക്ക് ഇല്ല. അല്ല പ്രാക്ക് ഉണ്ട്.